ഹായ് ഓൾ, എല്ലാവർക്കും എജ്യൂപ്ലസ് ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ഇംഗ്ലീഷിൻ്റെതാണ്. അത് പാർട്ട് 3 വന്നതാണ്. ഇന്ന് ഒക്ടോബർ 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 17 ആർമി ഡാഷ് വെർ ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കീവേഡായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 17 ആർമി, അതായത് 17ഓളം ആർമി ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് വരികയാണ്? പേഴ്സൺസ് ആണ് വരിക, പേഴ്സണലാണ് വരിക, പേഴ്സൺസ്, പേഴ്സണൽ ആൻഡ് പേഴ്സണലി. അപ്പോൾ ഇതെന്താണ്? 17 ആർമി എന്നുള്ളത് എന്താണ്? ഒരു കലക്റ്റീവ് നൗണാണ്. എന്താണ്? ഒരു കലക്റ്റീവ് നൗണാണ്. കലക്റ്റീവ് നൗണാകുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ആൻസർ ആയിട്ട് വരുന്നത്? ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ്? 17 ആർമി പേഴ്സണൽസ് വേർ ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡൻറ്റ്. ഒരു കൂട്ടം ആൾക്കാരുള്ളത് കൊണ്ടോ കലക്റ്റീവ് നൗൺ ആയതുകൊണ്ടും ആൻസർ ആയിട്ട് വരിക ഏതാണ്? ബി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 132. ദർ ആർ സോ മെനി തിങ്സ് യു നീഡ് ടു ബിയർ ഡാഷ് ഇൻ മൈൻഡ്. ഇതിൽ വരുന്ന ഏതാണ്? അറ്റ് ആണോ, ഓൺ ആണോ, ഇന്നാണോ, ഓഫ് ആണോ? അപ്പോൾ നമ്മൾ മൈൻഡിൽ എന്താണ് ഇതുമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് എന്നാണ്? ഇന്നാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ദർ ആർ സോ മെനി തിങ്സ് ടു ബിയർ ഇൻ മൈൻഡ്. നമ്മളെ മനസ്സിൽ പിന്നെ ഓർമ്മിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ വരുന്നത്. അപ്പോൾ എന്താണ് വരുന്നത്? ഇന്നാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഹി ആസ് എ ഡാഷ് ഹേർട്ട് ഓഫ് ഗോൾഡ്. ഇതെന്താണ്? ഹി ആസ് എ ഡാഷ് ഹാർട്ട് ഓഫ് ഗോൾഡ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്യുവർ ആണോ, എ ആണോ, ഇതാണോ, ഷുവർ ആണോ? ഇതിൻ്റെ ആൻസർ ആയി വരുന്നത് എന്താണ്? പ്യുവർ. എന്തുകൊണ്ടാണ്? ഹി ആസ് എ പ്യുവർ ഹാർട്ട് ഓഫ് ഗോൾഡ്. അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ഒരു റിപ്പോർട്ടഡ് സ്പീച്ചാണ്. നോക്കാം. ദ ടീച്ചർ സെഡ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് വിൽ ബിഗിൻ ടുമോറോ. ദ ബെസ്റ്റ് വേ ടു റിപ്പോർട്ട് ദ ടീച്ചേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ നോക്കാം. എങ്ങനെയാണ്? ദ ഓഫ്ലൈൻ ക്ലാസ്സസ് വിൽ ബിഗിൻ ടുമോറോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ ദ ഓഫ്ലൈൻ ക്ലാസ്സസ് വില്ലുള്ള എന്താകും? വുഡാവും. ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ നോക്കുക. ദ ടീച്ചർ ടോൾഡ് ദാറ്റ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് ഷുഡ് ബിഗിൻ ടുമോറോ. ഇതെന്താണ്? തെറ്റാണ്. നിർബന്ധമാണോ? അല്ല. അപ്പോൾ ഷുഡ് ഉണ്ടാവില്ല, എന്തായാലും തെറ്റാണ്. നെക്സ്റ്റ് നോക്കാം. ദ ടീച്ചർ ടോൾഡ് ദാറ്റ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് വിൽ ബിഗിൻ ടുമോറോ. അതായത് ഈ ക്വസ്റ്റ്യനിലുള്ള സെയിം ടെൻസ് ആണല്ലോ ഇതിലും വരുന്നത്, ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ ബിയും തെറ്റാണ്. മൂന്നാമത് നോക്കാം. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് കുഡ് ബിഗിൻ നെക്സ്റ്റ് ഡേ. അതും തെറ്റാണ്. ഒരു സാധ്യത മാത്രമാണുള്ളത്, അല്ലേലോ. നെക്സ്റ്റ് നോക്കാം. ദ ടീച്ചർ അനൗൺസ്ഡ് ദാറ്റ് ദ ഓഫ്ലൈൻ ക്ലാസ്സസ് വില്ല് എന്താവും? വുഡായിട്ട് മാറും. അപ്പോൾ ഇതാണ് ശരി. അതുപോലെ തന്നെ ദ ടീച്ചർ എന്താണ്? ഒരു ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിലെന്തുണ്ടാവും? അനൗൺസ്മെൻറ്റും ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്ന റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഡി ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരിക. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 135. ടു മേക്കപ്പ് വൺസ് മൈൻഡ് മീൻസ് എന്താണ്? ടു അപ്പിയർ ഇൻ്റലക്ച്വലി അട്രാക്റ്റീവ് ആണോ, ടു ഹെൽപ്പ് സംവൺ വിത്ത് എ പ്രോബ്ലം ആണോ, ടു മാനേജ് വൺ ടൈംസ് വെൽ, ടു അറൈവ് അറ്റ് എ ഡിസിഷൻ. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്, ഈ ഫ്രേസിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ടു അറൈവ് അറ്റ് എ ഡിസിഷൻ. ഒരു കറക്റ്റ് ഡിസിഷനിൽ എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് നോക്കാം. 137. ഐ വിൽ നോട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ. ദ അണ്ടർലൈൻഡ് ഫ്രേസ് മീൻസ് ഐ വിൽ നോട്ട് പുട്ട് അപ്പ് വിത്ത് ദിസ് കൈൻഡ് ഓഫ് ബിഹേവിയർ. അപ്പോൾ ആൻസർ കണ്ടെത്തേണ്ടത് പുട്ടപ്പിൻ്റെ ആണ്. പുട്ടപ്പ് വിത്തിൻ്റെ ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ്? ദ അണ്ടർലൈൻഡ് ഫ്രേസ് മീൻ എന്താണ്? അപ്രൂവ് ആണോ, അക്സെപ്റ്റ് ആണോ, എംപ്ലോയി ആണോ, എക്സ്പെക്റ്റ് ആണോ? അതിന് ആൻസറായിട്ട് വരുന്നത് എന്താണ്? അക്സെപ്റ്റ് ആണ് പുട്ടപ്പ് വിത്തിൻ്റെ ഫ്രേസിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്? പുട്ടപ്പ് വിത്ത്. ഇതിൻ്റെ ആൻസർ അക്സെപ്റ്റ് ആണ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. 138. The following sentence consists 3 parts. Identify the part of sentence which contains an error or indicate if there is no error at all. There was an insufficient evidence to convict her of the crime. അപ്പോൾ ഇതിൽ എന്താണ്? ഇതിൻ്റെ ആൻസർ എന്താണ്? നോ എറർ ആണ്. ഒരു ഗ്രാമാറ്റിക്കൽ എറേഴ്സും കാണാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കാം. ദ സ്കൈ ഈസ് ബിഗിനിങ് ടു ഡാർക്കൺ. ഇതെന്താണ്? ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. ഇതെന്താണ്? ഇതൊരു പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമ്മൾ എന്താക്കണം? അത് നെഗറ്റീവാക്കി മാറ്റണം.
സോ ഇതിൽ നോക്കാം നെഗറ്റീവായിട്ട് വരുന്നത് ആസ് യു എഗ്രി ഈസ് ദാറ്റ് ട്രൂ ഈസ് ഇൻ ഡിറ്റ്. അപ്പോൾ അതിൽ ആൻസർ ആയിട്ട് വരുന്നത് സിമ്പിളായിട്ട് എന്താണ് ഈസ് ഇൻ ഡിറ്റ് ആണ്. ഇതിൽ ദ സ്കൈ ഈസ് ബിഗിനിങ് ടു ഡാർക്ക്. അപ്പോൾ സ്കൈ എന്നുള്ള ഈസ് ഇൻ ഡിറ്റ് അത് നെഗറ്റീവാക്കി. ഇറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്, ഇതിലെന്തിനാണോ പ്രൊനൗണായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കൈനെ നമ്മൾ ഇറ്റാക്കി എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നോക്കാം, CWSN stands for Creative Writing for School News, Children with Special Needs, Content Writing in School Network, Craft Work through School Neighborhood. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം 141. ദ ഗ്രാമർ ബുക്ക് ഈസ് ഡാഷ് ദാൻ ദാറ്റ് വൺ. എന്താണ്, മോർ അഡ്വാൻസ്ഡ് ആണോ, സ്ലൈറ്റ്ലി അഡ്വാൻസ്ഡ് ആണോ, ലിറ്റിൽ മോർ അഡ്വാൻസ്ഡ്, ദ മോസ്റ്റ് അഡ്വാൻസ്ഡ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ദ മോർ ഈസ് മോർ അഡ്വാൻസ്ഡ്. എന്തുകൊണ്ടാണ്, നമ്മൾ ഇവിടെ ഗ്രാമർ ബുക്കിന് ഒരു കമ്പാരറ്റീവ് ഡിഗ്രി ആണല്ലോ. അപ്പോൾ ഈ മറ്റേ ബുക്കിനെക്കാട്ടിലും അടിപൊളിയാണെന്ന് കാണിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, മോർ അഡ്വാൻസ്ഡ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം, ടു പേ ത്രൂ വൺസ് നോസ് മീൻസ്. എന്താണ് ടു പേ ത്രൂ വൺ നോസ് മീൻസ്, ടു ബി സ്റ്റിഞ്ചി വിത്ത് മണി, അതായത് പിഷ്കനാണോ, ടു ബി കെയർലെസ് വിത്ത് മണി, പൈസയിൽ ശ്രദ്ധ ഇല്ലാത്ത ആളാണോ, ടു ഗെറ്റ് സംതിങ് അറ്റ് ആൻ എക്സ്ട്രീംലി ലോ പ്രൈസ്, ടു പേ ആൻ എക്സസീവ്ലി ഹൈ പ്രൈസ് ഓർ സംതിങ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ടു പേ ത്രൂ വൺ നോസ് മീൻസ് എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് ഹൈ ആയിട്ട് എക്സസീവ്ലി ഹൈ പ്രൈസിൽ നമ്മൾ സാധനം വാങ്ങുന്ന അവസ്ഥക്കാണ് ഈ എക്സ്പ്രഷനോട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം, ഇതൊരു എന്താണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് വരുന്നതാണ്. എന്ത് ഈ ക്വസ്റ്റ്യൻ, എനി മാംഗോസ് ഓൺ ദ ട്രീ, ഈസ് ദർ എനി മാംഗോസ് ഓൺ ദ ട്രീ, ആർ ദർ, സീ ദർ, ലുക്ക് ദർ. ഇതിൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താം. മാംഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലൂരൽ അല്ലേ, മൾട്ടിപ്പിൾ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുക, ആറാണ് യൂസ് ചെയ്യുക, ആർ ദർ. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം 144. എ ചൈൽഡ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി റിക്വയർസ്. എന്താണ്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, ഈസി അല്ല, സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം, എന്താണ് 145. ക്യാൻ വി ഓൾ എഗ്രി ഡാഷ് വൺ തിങ് അറ്റ് ലീസ്റ്റ്. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ഓണാണ് വരുന്നത്. എഗ്രീൻ്റെ കൂടെ ഓണാണ് വരുന്നത്. എന്തുകൊണ്ടാണ്, ഈ ചോദ്യത്തിൽ എന്താണ് ഒരു ടോപ്പിക്ക് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക എന്താണ്, ഓണാണ് യൂസ് ചെയ്യുക. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം 146. ഇത് പെഡഗോജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, പ്രസൻറ്റേഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം, ദ വേർഡ് നോവൽ ഇൻ ദ ടേം നോവൽ കൊറോണ വൈറസ് മീൻസ്. നോവൽ എന്ന് വെച്ചാൽ എന്താണ്, ന്യൂ ആണോ, ന്യൂസ് ആണോ, കോൺസ്റ്റൻ്റ്ലി റിന്യൂയിങ് ആണോ, പെർസിസ്റ്റൻ്റ്ലി കണ്ടേജിയസ് ആണോ. ഇതെന്താ, നോവൽ എന്ന് വെച്ചാൽ എന്താ, നോവൽ എന്ന് വെച്ചാൽ അതിന് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്, ന്യൂ ആണ്. എന്ത്, ന്യൂ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ന്യൂ ആണ്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.